ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മൾ ആദ്യം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് പരിശോധിക്കുന്നു. ശേഷം ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സും അതിൻ്റെ ചാർട്ട്സും നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്ലോസിംഗ് വളരെ നല്ലൊരു ക്ലോസിംഗ് ആയിരുന്നു. 100 പോയിന്റ്സ് അപ്പ് സൈഡാണ്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 417 പോയിന്റ് അപ്പ് സൈഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ റെഡ് സോൺ ആണ് മാർക്കറ്റിലെ ഒരു സെല്ലിംഗ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. സോ മാർക്കറ്റിൽ നിന്ന് ആ ഒരു സെല്ലിംഗ് ഏരിയ ടോട്ടലി അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 4 അവർ ചാർട്ട് ഇടാം. 4 അവർ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ നമുക്ക് കാണാം. ആൻഡ് ഈ സപ്ലൈ സോണിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പോവുകയും ആൻഡ് ആ ഒരു സപ്ലൈ സോൺ സക്സസ്ഫുള്ളി മാർക്കറ്റ് മറികടക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ഒരു റീടെസ്റ്റ് ആയിരിക്കാം മേ ബി നടക്കാൻ പോകുന്നത്. ആൻഡ് 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി നല്ല റീടെസ്റ്റ് സോൺസ് ഉണ്ട്. മേ ബി 25,000 ഇനി ടെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിൽ നല്ല ബൈയിങ് പ്രഷർ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കൂടെ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ 4 അവർ ആദ്യം ഇടാം. ഇപ്പോൾ 4 അവർ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് നല്ലൊരു അപ്സൈഡ് തന്നിട്ടുണ്ട്. സോ അപ്പം ഇനി ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇനിയും ഞാനൊരു ബുൾ മാർക്കറ്റാണ് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് 57,296 ഒരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ യുഎസിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ താരിഫ് ഒന്നും ഇല്ല എങ്കിൽ മാർക്കറ്റ് കുറച്ച് ശാന്തമായി തന്നെ മുൻപോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ എന്താ പരിശോധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് മാർക്കറ്റിലെ ടോപ്പ് ഗെയിനേഴ്സും ടോപ്പ് ലൂസേഴ്സും പരിശോധിക്കണം. ടോപ്പ് ഗെയിനേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് TCS, HDFC ബാങ്ക്, SBI. ടോപ്പ് ഗെയിനേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിപ്ല, SBI, മാരുതി സുസുക്കി, ബജാജ് ഓട്ടോ ആൻഡ് ഡോക്ടർ റെഡ്ഡി ലാബാണ്. അപ്പോൾ SBI ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. SBIയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. SBI പരിശോധിക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI നിന്നാണ് അടിക്കേണ്ടത്. സ്റ്റേറ്റ് ബാങ്കിൽ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ല രീതിയിലുള്ളൊരു വോളിയം ബിൽഡപ്പ് നമുക്ക് കാണാം. ആൻഡ് മാർക്കറ്റിൽ പാറ്റേൺസ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ ഒരു 15 മിനിറ്റിൽ ഒരു ഫ്ലാറ്റ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം അല്ലേ, 15 മിനിറ്റിൽ. അപ്പോൾ ഇൻട്രാഡേ ലെവൽസ് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെറ്ററാണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു ഇൻട്രാഡേ പൊസിഷൻസ് തിങ്കളാഴ്ച ദിവസങ്ങളിലൊക്കെ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ ചാർട്ടും കൂടെ ഇട്ട് നോക്കാം. ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാണ്, മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോക്സ് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ശ്രമം നടത്തുകയാണ്. അതിൻ്റെ എല്ലാ സൂചനയും മാർക്കറ്റിലുണ്ട്. ഇപ്പം നിങ്ങൾ പാറ്റേൺസ് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ അറിയാം ഒരു ഫ്ലാറ്റ് പാറ്റേൺ ഉണ്ട്. ആൻഡ് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിന് വളരെയധികം ശ്രമിക്കുകയാണ്. ഒരു റെസിസ്റ്റൻസിലാണ്, ഒരു സെല്ലിംഗ് സോണിലാണ്, ഒരു സപ്ലൈ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ സപ്ലൈ സോണിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, സപ്ലൈ സോണിൽ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതും കൂടെയാണ് പ്രധാനം. ഈ മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ സപ്ലൈ സോൺ റീച്ച് ചെയ്തിട്ടും മാർക്കറ്റിന് ഡൗൺ സൈഡ് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. സപ്ലൈ സോണിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ്. സോ അതൊരു പോസിറ്റീവ് കാര്യമാണ്. ഈ സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞാൻ നല്ലൊരു മൂവ്മെൻറ്റ് അപ്സൈഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വീക്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സിലുള്ളത് മാരുതി സുസുക്കിയാണ്. അപ്പോൾ മാരുതി സുസുക്കി പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് മാരുതി സുസുക്കി. 2 ദിവസം മുന്നേ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാരുതി സുസുക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചിരിക്കുന്നത് 15,600 റേഞ്ചിലാണ്. ആൻഡ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 17,233 റേഞ്ചിലാണ്. 2 ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 16,623 ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. സോ ഇതൊരു പുതിയ സ്ട്രാറ്റജി ഞാൻ ട്രൈ ചെയ്യുന്നു എന്നത് ഞാൻ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ പൈലറ്റ് പൊസിഷൻ ആഡ് ചെയ്ത് ആ ട്രേഡ് റൺ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വരുന്ന ദിവസങ്ങളിൽ മാരുതി സുസുക്കി വാച്ച് ചെയ്യുക. നമുക്ക് നോക്കാം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമോ ഇല്ലയെന്ന്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ന് ഞാൻ പ്രോഫിറ്റ് എടുത്ത ഒരു സ്റ്റോക്കാണ് ബജാജ് കൺസ്യൂമർ എന്ന് പറയുന്നത്. സോ ഈ 2 ദിവസം മുന്നേ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ബജാജ് കൺസ്യൂമറിൽ. ആൻഡ് ഇവിടെ നിന്ന് ഒരു മൊമെൻറ്റം കിട്ടി, കറക്റ്റ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് 254 റേഞ്ചിൻ്റെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ബജാജ് കൺസ്യൂമർ നടത്തിയത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഭാവിയിലുണ്ട്. സ്വിഗ്ഗി ഇപ്പം നോക്കുന്നതെന്ന് പറഞ്ഞാൽ 400 എന്നുള്ളൊരു ചെറിയ സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്യുകയാണ്. ആൻഡ് സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്യാൻ മാത്രമല്ല അവിടെ നിന്നൊരു ഫോളോ അപ്പ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം സ്വിഗ്ഗി വരുന്ന ആഴ്ചകളിൽ 462 റേഞ്ചിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുമെന്ന്. ടെക്നിക്കൽസ് പഠിക്കുന്ന ആളുകൾക്ക് അറിയാം. നമുക്കിപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗിയിൽ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് പോളിക്യാബ് ഇന്ത്യയാണ്. ഇപ്പോൾ പോളിക്യാബ് ഇന്ത്യ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ടെന്ന്. ഇപ്പം പോളിക്യാബ് ഇന്ത്യയിൽ ഒരു ഓൾ ടൈം ഹൈ ഞാൻ കണ്ടില്ലേ, ഈ ഒരു സെല്ലിംഗ് സോൺ താഴെ ഉണ്ടായിരുന്നു. ആ സെല്ലിംഗ് സോൺ ബ്രേക്ക് ചെയ്ത ശേഷം പോളിക്യാബ് ഇന്ത്യ മുകളിലോട്ട് അതൊരു അപ്സൈഡ് മൊമെൻറ്റത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പോളിക്യാബ് ഇന്ത്യ ഞാൻ വരുന്ന വീക്കിലും നല്ല രീതിയിൽ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ,
പ്രത്യേകിച്ച് ഇനി ന്യൂസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടാറ്റ സ്റ്റീലാണ്. ഇപ്പോൾ ടാറ്റ സ്റ്റീൽ ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണ്. ടാറ്റ സ്റ്റീലിൻ്റെ ചാർട്ട് പരിശോധിക്കാം. മെറ്റൽ ഇൻഡെക്സ് വരുന്ന ആഴ്ച ബ്രേക്ക് ഔട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മെറ്റൽ ഇൻഡെക്സ് ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ ടാറ്റ സ്റ്റീൽ ഒരു ട്രേഡ് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ടാർഗറ്റ് ഒരു 1:2 റേഞ്ചിൽ അല്ലെങ്കിൽ 1:1 റേഞ്ചിൽ ബുക്ക് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. വളരെ ഒരു കൺട്രോൾഡ് പൊസിഷനാണ് ടാറ്റ സ്റ്റീൽ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വരുന്ന ആഴ്ചകളിൽ ടാറ്റ സ്റ്റീൽ പരിശോധിക്കാവുന്നതാണ്. മെറ്റൽ ഇൻഡെക്സ് നല്ല രീതിയിൽ പോകുമെങ്കിൽ ടാറ്റ സ്റ്റീലിലൊക്കെ അതിൻ്റേതായ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ. പിന്നെ ടെക് മഹീന്ദ്ര, JSW സ്റ്റീലെല്ലാം അതൊരു ഇന്നലെ നടന്ന ഒരു ബൈയിങ് പ്രഷറിൻ്റെ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. പിന്നെ സിപ്ല ഇന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിപ്ലയുടെ ചാർട്ട് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, സിപ്ലയുടെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് സിപ്ലയിൽ നല്ല രീതിയിലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സപ്പോർട്ട് സിപ്ലയുടെ ഒരു ബേസിക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 1440 റേഞ്ചാണ്. ആൻഡ് അവിടെ നിന്നും സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ടോട്ടൽ കൺസോൾട്ടേഷനിലാണ് സിപ്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നല്ലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണമെങ്കിൽ 1610 ബ്രേക്ക് ചെയ്യണം. എങ്കിൽ 1610 ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് സിപ്ലയിൽ പ്രതീക്ഷിക്കാം. പിന്നെ സൺഫാർമ ഇന്നൊരു എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സൺഫാർമ നമുക്ക് നോക്കാം. സോ സൺഫാർമസ്യൂട്ടിക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ട്രേഡ് എടുത്ത് കുടുങ്ങിപ്പോയ സ്റ്റോക്കാണ്. അപ്പോൾ ആളുകൾ ലോസ് ബുക്ക് ചെയ്യാതെ കുടുങ്ങിപ്പോയ സ്റ്റോക്കാണ് സൺഫാർമ. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി 16% ഡൗൺ സൈഡ് വന്ന ശേഷം സൺഫാർമ ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ബേസ് എന്ന് പറയുന്നത് കുറച്ചധികം വീക്സ് ആയിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ടേ ഒരു ബേസിൽ നിൽക്കുകയാണ് സ്റ്റോക്ക്. ആൻഡ് സൺഫാർമയിൽ 1670 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. വളരെ പോസിറ്റീവാണ് ആ കാര്യം. ഇപ്പം US-ആയിട്ട് ബന്ധപ്പെട്ട താരിഫ് ഇഷ്യൂസിൽ കുറച്ചധികം ഈ സ്റ്റോക്സും ടെൻഷനിൽ പെട്ട് ഒന്ന് ഡൗൺ സൈഡ് ആയതാണ്. അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഈ അപ്സൈഡ് പോകേണ്ട ഒരു സ്റ്റോക്കായിരുന്നു സൺഫാർമസ്യൂട്ടിക്കൽ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1670 ഇന്നത്തെ ക്ലോസിംഗ് വളരെ നല്ലൊരു ക്ലോസിംഗ് ഇന്ന് സൺഫാർമസ്യൂട്ടിക്കലിന് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ ആഴ്ചയ്ക്ക് ശേഷം ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ് ഒരു അപ്സൈഡ് തരാനുള്ള ശ്രമം നടത്തി, ഒരു അറ്റംപ്റ്റ് നടത്തി എന്നുള്ളതാണ് സൺഫാർമയിൽ ഇന്നൊരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ട കാര്യം. സോ വരുന്ന വീക്കിൽ ഞാനൊരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി സൺഫാർമയിൽ നോക്കുന്നതായിരിക്കും. ടാർഗറ്റ് വന്നിട്ട് 1694 ആൻഡ് 1739 ഈ റേഞ്ചിലേക്ക് ഞാൻ നോക്കും. അതിനുള്ള ഒറ്റ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൺഫാർമ ഒരു 1633 മുകളിൽ ട്രേഡ് ചെയ്യണം. എങ്കിൽ ഞാൻ ഒരു സ്വിംഗ് പൊസിഷൻ സൺഫാർമസ്യൂട്ടിക്കലിൽ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ പേഴ്സണലി ടെലിഗ്രാമിലോ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നമ്മൾ ഈ ഒരു സ്റ്റോക്സ് എല്ലാം അനലൈസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നാളെ മറ്റന്നാളും ഒക്കെ നല്ല നല്ല കണ്ടന്റുകളായിട്ട് വരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.